ഹായ് സുഹൃത്തുക്കളെ, നിങ്ങൾ കേട്ടോ നമ്മുടെ അൻസാരി സുഹരി ഉസ്താദിനെ കുറിച്ച് ലസി ചേച്ചി പറഞ്ഞത്? ഞാൻ വീഡിയോസ് എല്ലാം കാണാറുണ്ട്. കുറച്ച് ആളുകൾക്കൊക്കെ ഉപകാരം ചെയ്യുന്ന വ്യക്തിയാണ്, അതൊക്കെ ഞാനും സമ്മതിച്ചു. എന്നാൽ ഒരാൾ ചെയ്ത കുറ്റത്തിന് മറ്റുള്ളവരെ കൂടി കുറ്റം പറയരുത്. ഈ ഉപദേശം കേട്ട നമ്മുടെ അൻസാരി സൂരി ഉസ്താദ് ലസി ചേച്ചിയുടെ പേജ് പരിശോധിച്ചപ്പോൾ കണ്ടത്, തീവ്രവാദികൾക്ക് ഒരു മതം മാത്രമേ ഉള്ളൂ. ആ മതം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമല്ലോ. നിങ്ങൾക്കറിയില്ലേ പഹൽഗാമിൽ 28 പാവങ്ങളെ വെടിവെച്ച് കൊന്നത്? ഇത് കേട്ട നമ്മുടെ അൻസാരി സുഹരി ഉസ്താദ് കൊടുത്ത മറുപടി, നമ്മുടെ രാജ്യം ആ തീവ്രവാദികളെ പിടിക്കാൻ, പഹൽഗാമിൽ വെടിവെച്ച ആ തീവ്രവാദികളെ പിടിക്കാൻ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദ്ധതി നടപ്പിലാക്കിയില്ലേ? ആ പദ്ധതിയിൽ മുൻനിര നായികയായി പ്രവർത്തിച്ചത് നിങ്ങൾ പറഞ്ഞ തീവ്രവാദികൾക്ക് ഒരു മതം മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ ആ മതത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ് സോഫിയ ഖുറൈഷി. പിന്നീട് ഉസ്താദ് ഒരു വെല്ലുവിളി നടത്തുന്നുണ്ട്. ഞാൻ എവിടെയെങ്കിലും വർഗീയത പറയുന്നതായി നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ, ഒരു അര വീഡിയോ എങ്കിലും നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ പറയുന്നത് പോലെ ചെയ്യുമെന്നും. നമുക്ക് അതിനെക്കുറിച്ചുള്ള വിശദമായ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയാലോ? ഉപദേശങ്ങളൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ അവരുടെ പേരിലോട്ട് ഇങ്ങനെ പോയപ്പോൾ പെട്ടെന്ന് എന്റെ കണ്ണിൽപ്പെട്ടൊരു വീഡിയോ നിങ്ങളെ കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഞാൻ നോക്കുമ്പോ കണ്ടത്, ഭീകരർക്ക് ഒരു മതം മാത്രമേ ഉള്ളൂ. ആ മതം ഏതാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിരുന്നു അല്ലെ? ആ മതമാണ് ഇന്നലെ നമ്മുടെ 28 മദ്യം പറയാം, പഹൽഗാമിലെ 28 പാവങ്ങളെ നിരപരാധികൾ വെടിവെച്ചു. ആ പാകിസ്ഥാനിൽ നിന്ന് വന്ന 28 പേര് കഴിഞ്ഞാൽ ഈ കോടിക്കണക്കിന് വരുന്ന മുസ്ലിമുകൾ ഇന്ത്യ മഹാരാജ്യത്തുണ്ടല്ലോ. ഈ നമ്മുടെ പഹൽഗാമിൽ കയറി ആക്രമിച്ച ആ തീവ്രവാദികളെ കൈകാര്യം ചെയ്യാൻ വേണ്ടി ഓപ്പറേഷൻ സിന്ദൂർ എന്ന പദ്ധതി ഇട്ടപ്പോൾ അതിൽ മുൻനിര നായികയായി പ്രവർത്തിച്ചാണ് പേര് സോഫിയ ഖുറൈഷി. നിങ്ങൾ പറഞ്ഞില്ലേ ഭീകരതയ്ക്ക് ഒരു മതമുള്ളത്? ആ മതത്തിൽപ്പെട്ട സ്ത്രീയാണ് നമ്മുടെ ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാഗമായിട്ടുള്ളത്. ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായി സോഫിയ ഖുറൈഷി മുൻനിര നായികയായി പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ ജ്യോതി മൽഹോത്ര എന്ത് ചെയ്യുമായിരുന്നു? ജ്യോതി മൽഹോത്ര രാഷ്ട്രീയം ഏതാണ്? ജ്യോതി മൽഹോത്ര പിടിച്ച പൊടിയതാണ്. ജ്യോതി മൽഹോത്ര അന്ന് ചെയ്ത പണി എന്തറിയോ? നോക്ക്, പാക് ഏജന്റുമാർക്ക് വർഷങ്ങളോളം രഹസ്യങ്ങൾ കൈമാറി ഓപ്പറേഷൻ സിന്ദൂറിന് കൊടുത്തു. ഇവിടെ ഒരു ബ്ലോഗറാണെന്ന് മാത്രമല്ല, കേരളത്തിൽ വന്ന് നിങ്ങളുടെ പ്രിയപ്പെട്ട നേതാക്കന്മാരോടൊപ്പം ഫോട്ടോ എടുത്തിട്ടുണ്ട്. ആ വാർത്ത നിങ്ങൾ ശ്രദ്ധിക്കുമല്ലോ. ഇനി പറ, ജ്യോതി മൽഹോത്രയുടെ ആ മതം തിരിച്ച് നമുക്ക് പറയണ്ടേ? പറയണ വേണ്ടേ? അങ്ങനെ പറയാതിരിക്കലാണ് ഞങ്ങളുടെ വിവേകം. നോക്കൂ നിങ്ങൾ, ഭീകരർക്കൊരു മതമുണ്ടെങ്കിൽ സ്വാമി അസീമാനന്ദഗിരി മക്ക മസ്ജിദ് സ്ഫോടനം, 10 ചില്ലുവാനും ആളുകൾ മരണപ്പെട്ട മക്ക മസ്ജിദ് സ്ഫോടനം, അതിൽ പിടിക്കപ്പെട്ട സ്വാമി അസീമാനന്ദഗിരിക്ക് മതമില്ലേ? ആ മതം, അവരുടെ മതം നോക്കി അവരെ മൊത്തവൽക്കരിച്ചോ? ഇല്ല. എന്തിനാണ് പറയണം? നമ്മുടെ കേരളത്തിൽ ഏറ്റവും വലിയ ഉഗ്ര സ്ഫോടനം ഏതാണ്? കർമ്മശ്ശേരി സ്ഫോടനം. മാറ്റിന്റെ മതം നമ്മൾ നോക്കി അവരെ ആക്ഷേപിക്കാറുണ്ട്? ഇല്ല. എന്തിനാണ് പറയുന്നത്? ഇന്ത്യ മഹാരാജ്യത്തെ വലിയ സ്ഫോടനങ്ങളിലൊന്നായിരുന്നു മലേഗാവ്. അതിലാദ്യം പ്രതികരിക്കപ്പെട്ടതാരാ? നിങ്ങളുടെ കൂടി നേതാവായിരുന്നു പ്രഗ്യാൻ സിംഗ് താക്കൂർ ആയിരുന്നു. പിന്നീട് അറ്റസൊക്കെ വഴിമാറി. ഇങ്ങനെ തുടങ്ങി രാജ്യത്ത് എത്രയെത്ര സംഭവങ്ങൾ. ഇനി പോട്ടെ, ഈ ഭീകരന്മാർക്കെല്ലാം മതമുണ്ടെങ്കിൽ ഞാൻ ഒരു ലിസ്റ്റ് അങ്ങോട്ട് വായിക്കുകയാണ്. ഞാൻ പറയണേ, പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി, DRDO ഗസ്റ്റ് ഹൗസ് മാനേജർ അറസ്റ്റിൽ മഹേന്ദ്ര പ്രസാദിനെ പിടികൂടിയത് രാജസ്ഥാൻ CID ഇന്റലിജൻസ്. അടുത്തത്, വീണ്ടും പാക് ചാരന്മാർ അറസ്റ്റിൽ, ബംഗാളിൽ പിടിയിലായ മുകേഷും രാകേഷും നല്ലവരായ ഉണ്ണി. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പാകിസ്ഥാന് നിർണായക വിവരങ്ങൾ കൈമാറി നേവി ആസ്ഥാനത്തെ ഉദ്യോഗസ്ഥൻ പിടിയിൽ. ഇങ്ങനെ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്പണി, കർണാടകയിൽ UP സ്വദേശി ഇന്ത്യൻ അറസ്റ്റിൽ, പേര് ദീപ്രാജ് ചന്ദ്ര. ഇനി അതും പോരാ, നമ്മുടെ കേരളത്തിൽ തന്നെ RS നേതാവിന്റെ വീട്ടിൽ നിന്ന് പിടികൂടി 770 കിലോ സ്ഫോടക വസ്തു കേസെടുത്തു പോലീസ്. ഇങ്ങനെ
പാളയംപള്ളി പോയാൽ തന്നെ നബി എന്നാണ് ഈ ഷാഗയൊക്കെ വേണ്ടിയിടൊക്കെ പുറത്തോട്ടൊക്കെ പോയിട്ട് നമ്മുടെ